മലപ്പുറം ജില്ലയിൽ SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യരായ മുഴുവൻ പേർക്കും തുടർപഠനം സാധ്യമാകുമെന്ന് കണക്കുകൾ. 79,748 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. എന്നാൽ സമീപ ജില്ലകളിലുൾപ്പെടെ 82,442 പേർ +1 സീറ്റിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ 11,236 സീറ്റുകൾക്ക് പുറമെ 80,670 സീറ്റുകൾ ജില്ലയിൽ ഉപരിപഠനത്തിനുണ്ട്. മലപ്പുറം ജില്ലയിൽ 82,446 പേരാണ് +1 സീറ്റിനായി അപേക്ഷ നൽകിയിരുന്നത്. സർക്കാർ രേഖകൾ പ്രകാരം 50,964 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിക്കഴിഞ്ഞു. ജില്ലയിൽ ആകെയുള്ള 50,080 മെറിറ്റ് സീറ്റുകളിൽ 44,254 പേരാണ് പ്രവേശനം നേടിയത്. 5,826 സീറ്റുകൾ അവശേഷിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി MRS സ്പോർട്സ് കോട്ടകളിലുള്ള 5,049 സീറ്റുകളിൽ 4,003 പേരാണ് മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ പ്രവേശനം നേടിയിട്ടുള്ളത്. 5,091 മാനേജ്മെന്റ് സീറ്റിൽ 3,334 സീറ്റുകൾ ഒഴിവുണ്ട്. മലപ്പുറം ജില്ലയിലെ അൺഎയ്ഡഡ് സീറ്റുകളുടെ എണ്ണം 11,236 ഇതിൽ 950 സീറ്റുകളിൽ പ്രവേശനം നടന്നുകഴിഞ്ഞു. 10,206 സീറ്റുകൾ അവശേഷിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,850, ITI 5,484, പോളിടെക്നിക് 880 സീറ്റുകൾ വേറെയുമുണ്ട്. കഴിഞ്ഞ വർഷം 12,895 പേർ ഓപ്പൺ സ്കൂൾ തെരഞ്ഞെടുത്തിരുന്നു. സ്കൂൾ കേരള പ്രവേശനം പൂർത്തിയായാൽ വീണ്ടും ഒഴിവുകളുണ്ടാവും. മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളും സയൻസ് ഗ്രൂപ്പ് തെരഞ്ഞെടുത്താലും സീറ്റുകളിൽ ഒഴിവുണ്ടാകുമെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്കുകളിൽ വ്യക്തം. കഴിഞ്ഞ വർഷം അധികമായി നൽകിയ താൽക്കാലിക ബാച്ചുകൾ ഈ വർഷവും സർക്കാർ നിലനിർത്തിയിരുന്നു. എന്നാൽ ക്ലാസ് മുറികളില്ലാതെ സീറ്റ് വർദ്ധിച്ചതോടെ ഒട്ടുമിക്ക സ്കൂളുകളിലും 65 അതിലധികമോ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലുണ്ടാകും. ഇത് പരിഹരിക്കുന്നതിനായി ബാച്ച് വർദ്ധിപ്പിക്കുന്നത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. കൈരളി ന്യൂസ്, മലപ്പുറം.